ഹലോ ഹായ് അസ്സലാമലൈക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ നല്ല അടിപൊളി ഒരു കബാബ് ഷവർമ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഷവർമയാണിത്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, ഉള്ളത് വെച്ച് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ചെറുനാരങ്ങ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ചിക്കൻ എല്ലില്ലാതെ നമ്മൾ കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. റമദാൻ സ്പെഷ്യലായിട്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഷവർമയാണ്. നമുക്കിതൊന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല, നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരുപാട് പണിയും ബുദ്ധിമുട്ടൊന്നുമില്ല, ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ഷവർമ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് അരച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഇനി അതുകൂടെ ഒന്ന് അരച്ചെടുത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കി കൂടെ ഇട്ട് കൊടുത്തിട്ട് ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം, കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം, കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് സിമ്പിളും ഹെൽത്തിയുമായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ഷവർമ കബാബ്. അപ്പം അതുകൂടെ അരച്ചിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി കൈ വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ടീസ്പൂൺ കൊണ്ട് നമ്മൾ ഇളക്കുന്നതിനേക്കാളും നല്ലത് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഇത്തിരി ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 കളറ് നമ്മളെ വീട്ടിലുള്ളത് കൊണ്ട് രണ്ടിൽ നിന്നും ഒരേ കഷ്ണം എടുത്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുകൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കബാബിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ് നമുക്ക് കബാബ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ഒരു കോല് കൂടെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കബാബ് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഈസി ആയിട്ട്. ഇനി ഇതൊന്നുകൂടെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും സാലഡിൻ്റെ ഇലയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. നോമ്പ് തുറക്കാൻ ഇനി കുറച്ച് ടൈമും കൂടി ഉള്ളൂ, അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ ഉണ്ടാക്കിയെടുക്കാം. റമദാൻ സ്പെഷ്യലായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കബാബാണ്. ഇനി ഷവർമ ഉണ്ടാക്കിയെടുക്കാം. ഈസിയായും ടേസ്റ്റിയായും ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി കബാബ് ഷവർമയാണ്. അപ്പോൾ മയോണൈസ് ഇത്തിരി എരിവുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഷവർമ.
ഇനി ഇതൊന്ന് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. ഇത്രയും നമ്മുടെ ഷവർമ്മക്ക് പണിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അള്ളാ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.